ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഫേസ് വാഷ് അങ്ങനെയുള്ള കണ്ണിൻ്റെ താഴെ വരുന്ന കറുപ്പ് അതെല്ലാം മാറാൻ വേണ്ടി കുറേ പ്രൊമോഷൻ വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, യൂട്യൂബിലും വേറെ റീൽസായിട്ടൊക്കെ എല്ലാം കാണാറുണ്ട്. അത് ഫേമസ് ആൾക്കാരൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെല്ലാം യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കുറേ അത് വാച്ച് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഇത് ഏത് കമ്പനിയുടേതാണ്, അത് ക്വാളിറ്റി ഉണ്ടോ, അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആണോ, കമ്പനി ഇപ്പോഴും എവിടെയെങ്കിലും ഓഫീസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ വീണ്ടും കുറേ വാർത്തകളൊക്കെ ഞാൻ കണ്ടതാണ്. ഓരോരോ മുഖത്ത് വീണ്ടും ഇതിടുന്നതിലൂടെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ആൾക്കാർക്ക് ക്യാൻസർ വരെ വരുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്, വാർത്തകളിലൂടെയാണ്. അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടും ചെയ്യുക. ഇല്ലാതെ കണ്ടവിടെ തന്നെ ഇപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഓരോന്നിലും ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോകൾ പോലെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതെല്ലാം ചിലപ്പം ഈ തട്ടിക്കൂട്ട് കമ്പനികളൊക്കെ ആയിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. മുന്നേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഫേമസ് കമ്പനികളുടെയൊക്കെ ആയിരുന്നു അല്ലേ, അതെല്ലാം ക്വാളിറ്റി എല്ലാം കഴിഞ്ഞിട്ട്, ക്വാളിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കയ്യിലോട്ട് എത്തുന്നത്. അത് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും അത് നമുക്ക് കേസ് കൊടുക്കാനും എല്ലാം കഴിയും. പക്ഷേ ഇത് ചില തട്ടിക്കൂട്ട് കമ്പനികൾ ഇവരെ കൊണ്ട് പ്രൊമോട്ടേഴ്സിനെ കൊണ്ട് ചെയ്യിക്കും. ഇപ്പം ഫേമസായി നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് നല്ല പൈസയൊക്കെ കൊടുത്തിട്ട് അത് ചെയ്യുന്നതാണ്. അതൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളതൊന്ന് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. അത് ലാസ്റ്റ് നമുക്ക് തന്നെ പണിയാവും. ഒരു കറുപ്പ് മാറാനെന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വേറെ അസുഖങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമുക്ക് കുറേ പൂർവികരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇപ്പം ചില ഐറ്റംസ്, അത് നമ്മൾ നിത്യേന യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതൊക്കെ പണ്ട് ആയുർവേദത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ യൂസ് ചെയ്താൽ പോലും അത്ര പ്രശ്നം വരത്തില്ല. ഈ കെമിക്കൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്നും അറിയാൻ പറ്റത്തില്ല. നിങ്ങളിത് എന്തെങ്കിലും വന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഈ കമ്പനിയെ തപ്പിപ്പോയി കഴിഞ്ഞാൽ കമ്പനിയൊന്നും അവിടെ കാണത്തില്ല. അപ്പോൾ അത് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഫേമസായി നിൽക്കുന്ന ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്യരുത്, അത് യൂസ് ചെയ്യരുത്. അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടൊക്കെ ചെയ്യുക. ചില ആൾക്കാർ പെട്ടെന്ന് ഒരു ഫേമസ് ഒരാളാണ്, യൂട്യൂബറാണ്, ഇല്ല വേറെ ആരെങ്കിലും പ്രൊമോഷൻ ചെയ്യുമ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാതിരിക്കുക കേട്ടോ. എല്ലാം നോക്കിയും കണ്ടും ചെയ്യുക. വീണ്ടും നമുക്ക് തന്നെ പ്രശ്നം അതായിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ എത്തത്തുമില്ല.